السلام عليكم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് ഇനിയാസ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ, നമ്മുടെ ഏറെ ആദരണീയനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉപാധ്യക്ഷനും പട്ടിക്കാട് ജാമിഅ അറബി കോളേജിൽ 5 പതിറ്റാണ്ട് കാലം നിരവധി ഫൈലിമാർക്ക് ജന്മം നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്ത കോട്ടമല മൊയ്തീൻ കുട്ടി ഉസ്താദ് അവരുകളെ, ബഹുമാന്യനായ KKS തങ്ങൾ, ആദരണീയനായ സയ്യിദ് മൊയ്നുദ്ദീൻ ജഫരി തങ്ങൾ, സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബാപ്പുട്ടി തങ്ങൾ, ആദരണീയരായ മറ്റ് സയ്യിദുമാർ, സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള അനുഗ്രഹീതമായ ഈ വേദിയിലും പരിപാടിയിലും സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴ്ഘടകങ്ങളുടെയും സാരഥികളെ, പ്രത്യേകിച്ച് വെസ്റ്റ് ജില്ലയിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ SKSSF SYS പ്രവർത്തകരെ, ജ്യേഷ്ഠാന്തന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കഴിഞ്ഞ 99 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ മഹാപണ്ഡിതന്മാർക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചതുപോലെ തുടർന്നും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറകൾക്ക് കൈമാറാനുള്ള തൗഫീഖും അതിനുള്ള സൗകര്യങ്ങളും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബക്കറ്റ് കളക്ഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ പരിപാടിയാണെന്നറിയാം. സംഘാരുടെ കയ്യിൽ വലിയ കാശൊന്നും ഉണ്ടാവില്ല. പറ്റുന്ന വിധത്തിൽ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിക്കുകയാണ്. SKSS സംസ്ഥാന കമ്മിറ്റി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേഖലകൾ തോറും ആദർശ സമ്മേളനങ്ങൾ നടത്തി വരികയാണ്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇങ്ങനൊരു പരിപാടി ആവശ്യമുണ്ടോ എന്ന് സംശയിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വളരെ ഗൗരവതരമേറിയ കാലികമായ ഒരു പരിപാടിയാണ് ഈ പരിപാടി. എന്തുകൊണ്ടെന്നാൽ കേരളീയ മുസ്ലിം ചരിത്രത്തിൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം ബിദ്അത്തിന്റെ സ്പർശം പോലും ഏൽക്കാതെ പരിശുദ്ധമായ ദീനിൻ്റെ ഒറിജിനൽ മാർഗം നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചു പോന്നുവെന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഭംഗം വരുത്തുന്ന വിധത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ബിദഅ പ്രസ്ഥാനത്തിൻ്റെ വിഷബീജങ്ങൾ വിതച്ചുകൊണ്ട് വഹാബി പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് ഈ ഭൗതിക സൗകര്യങ്ങളൊന്നുമില്ല. ആ കാലഘട്ടത്തിലെ മഹാത്മാക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ എന്തായിരുന്നാലും ബിദ്അത്തിനെ വളരാൻ അനുവദിക്കാൻ പറ്റില്ല. അതിനെ ചെറുത്ത് തോൽപ്പിച്ചേ തീരൂ. മുസ്ലിം ജനസമൂഹത്തിന് ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം, ആളുകളെ പിന്തിരിപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി കഠിനാധ്വാനം ചെയ്ത് രൂപം കൊടുത്തതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പ്രശസ്തിക്ക് വേണ്ടി സംഘടന രൂപീകരിക്കുന്ന ആളുകളായിരുന്നില്ല അവർ. ഭൗതിക താല്പര്യത്തിന് വേണ്ടി സംഘടന രൂപീകരിക്കുന്ന ആളുകളായിരുന്നില്ല അവർ.
അവർക്കിങ്ങനെ സംഘടന രൂപീകരിക്കണമെങ്കിൽ തന്നെ അള്ളാഹുവിൽ നിന്ന് ഇൽഹാം കിട്ടുന്ന രൂപത്തിലുള്ള വലിയ വലിയ വിശുദ്ധാത്മാക്കളും മഹാത്മാക്കളുമായിരുന്നു അവർ രൂപീകരിച്ചു. കഴിഞ്ഞ 100 വർഷക്കാലം അത് വിജയകരമായി ഇത്തരം വിദായി പ്രസ്ഥാനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ കേരളീയ മുസ്ലിം മഹാഭൂരിപക്ഷത്തെ വഴിതെറ്റിക്കാതെ കാത്തു സൂക്ഷിച്ചു പോന്നുവെന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. സമസ്തയുടെ രൂപീകരണ ലക്ഷ്യത്തിന് സുപ്രധാനമായ കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതിൻ്റെ ഭരണഘടന സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സമസ്തയുടെ ഭരണഘടനയിൽ കുറേ ലക്ഷ്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ പള്ളി മദ്രസ കമ്മിറ്റികളൊക്കെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ആകെ ഒരു 4-5 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ 1ഉം 2ഉം പറയുന്നത് ഇതേ വിഷയമാണ്. ഒന്നാമതായി പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഇത് തന്നെയുള്ള സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യം. 2, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരായ ബിദ്അഈ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിയമാനുസരണം തടയണമെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് മുസ്ലിം ബഹുജനത്തെ ബോധവാന്മാരാക്കുകയും ചെയ്യുക. സമസ്ത ഈ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ചു പോന്നു. അത് വളരെ പ്രത്യേകമായി നിർവഹിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. എന്തേ സമസ്ത ഇതിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം? ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് വിഭാഗീയത പറയുന്നത്? ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മളെന്തിനാണ് മുജാഹിദിനെ കുറ്റം പറയുന്നത്? എന്തിനാണ് ജമാഅത്തിൻ്റെ തകരാറ് ചൂണ്ടിക്കാണിക്കുന്നത്? എന്തിനാണ് തബ്ലീഗ് ജമാഅത്തിൻ്റെ നല്ല പ്രവർത്തകരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? എന്തിനാണ് തരീഖത്തുകാർ ദിക്ർ ചൊല്ലി ഇരിക്കുന്നത് നമ്മൾ എതിർക്കുന്നത്? നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ പോരെ? ആളുകൾ നന്നായി ജീവിക്കുന്നതിന് എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പ്രശ്നം മർമ്മപ്രധാനമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് സുപ്രധാനം. ഒന്ന് അവൻ്റെ വിശ്വാസമാണ്, പരമപ്രധാനം വിശ്വാസമാണ്. 2ാമത് അവൻ്റെ കർമ്മങ്ങളാണ്, അവൻ്റെ അനുഷ്ഠാനങ്ങളാണ്. ഖുർആനിൽ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ പറയുന്നത് അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളുക, തുടർന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. 1ാം സ്ഥാനം വിശ്വാസത്തിനാണ്. യഥാർത്ഥ വിശ്വാസമായിരിക്കണം നമ്മൾ കൈക്കൊള്ളേണ്ടത്. വിശ്വാസ രംഗത്ത് വ്യതിയാനം വന്നാൽ അത് അപകടകരമാണ്. ബിദ്അത്തിന്റെ മാർഗത്തിൽ ഒരാൾ അകപ്പെട്ടാൽ ഒരു തെറ്റായ കാര്യത്തിൽ അകപ്പെട്ടതുപോലെയല്ല. ഒരാൾ മദ്യപാനിയായി മാറുന്നു, നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ഗൗരവതരമായ കുറ്റമാണ്. ഒരാൾ വ്യഭിചാരിയായി ജീവിക്കുന്നു, നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ഗൗരവതരമായ കുറ്റമാണ്. ഒരാൾ നിസ്കാരം കൈയൊഴിച്ചുകൊണ്ട് താൻ തോന്നിയായി നടക്കുന്നു, വളരെ ഗൗരവതരമായ കുറ്റമാണ്. പക്ഷേ ഒരാൾ ബിദ്അത്തിൽ അകപ്പെടുന്നതോ ഇതിനേക്കാൾ മാരകമായ കുറ്റമാണെന്നാണ് ഇസ്ലാമിക അധ്യാപകർ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ എത്രമാത്രമുണ്ടോ എന്ന് മഹാനായ ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഒരു മുസ്ലിം ബിദ്അഈ ചിന്തയിൽ അകപ്പെടുന്നതാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം. മിനൽ മഅസിയ, ഒരു മുസ്ലിം തെറ്റായ കാര്യങ്ങൾ മുഴുകുന്നതിനേക്കാൾ. എന്തേ കാരണം? അദ്ദേഹം പറയുന്നുണ്ട്, ലിഅന്നൽ മഅസിയ ഖദ് യുതാബു മിൻഹ. ഒരു മനുഷ്യൻ വ്യഭിചാരിയായാൽ, ഒരു മനുഷ്യൻ മദ്യപാനിയായാൽ, ഒരു മനുഷ്യൻ തമ്മാടിയായാൽ, ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ മനസ്താപം വരും, മനഃശാഞ്ചല്യം വരും. ചിലപ്പോൾ നല്ലൊരു വഅദ് കേട്ടാൽ മതിയാകും, നല്ലൊരു ഉസ്താദിൻ്റെ 5 മിനിറ്റ് ഉപദേശം കേട്ടാൽ മതിയാകും, ചിലപ്പോൾ നല്ലൊരു സ്വാലിഹായ മനുഷ്യൻ്റെ നോട്ടം കിട്ടിയാൽ മതിയാകും. ആൾ ചേഞ്ചാകും, നല്ലവനായി മാറിക്കഴിയും, തൗബ ചെയ്യും. എന്നാൽ വഇന്നൽ ബിദ്അ ഖദ് ലാ യുതാബു മിൻഹ, ഒരു മനുഷ്യൻ ബിദ്അത്തിലകപ്പെട്ടാൽ അത് മാരകമാണ്, അത് അപകടകരമാണ്. ഒരു കാരണവശാലും തൗബ ചെയ്ത് തിരിച്ചു വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് മഹാനായ ഇമാമുന സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു. വളരെ അപകടകരമാണ്. അപ്പോൾ ബിദ്അത്തിൽ അകപ്പെടുന്നതിനെതിരെ നിതാന്ത ജാഗ്രത ആവശ്യമാണ്. അത് തന്നെയാണ് ഖുർആൻ നമ്മുടെ അടിവരയിട്ട് പറഞ്ഞത്. സ്വഹീഹായ ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്തൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണലിൽ ഒരു വര വരച്ചു. ഫഖത്ത അൻ യമീനിഹി വഅൻ ശിമാലിഹി ഖുതൂതൻ, ആ നേർവരയുടെ വിലങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും കുറേ ലൈനുകൾ ഇട്ടു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു,
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേറ് വര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാ, ഇതാണ് അള്ളാഹുവിൻ്റെ വഴി, ഇതാണ് അള്ളാഹുവിൻ്റെ വഴി. വഹാദിഹിൽ ഖുതൂത്ത്, ഈ വിലങ്ങനെ ഇട്ട ലൈനുകളുണ്ടല്ലോ, ഇതൊക്കെ സുബുലു ഷൈത്താൻ, ഷൈത്താൻ്റെ വഴികളാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാ എൻ്റെ ഈ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുക, മറ്റു വഴികൾ നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറയുന്നു, സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേർവഴി, അതാണ് അല്ലാഹുവിൻ്റെ റസൂല വരച്ച വരി. ഫത്തബിഉ, ആ നേർവരയെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, തങ്ങൾ വരച്ച വിലങ്ങനെയുള്ള വലത്തോട്ടും ഇടത്തോട്ടും വരച്ച വഴികളുണ്ടല്ലോ, ഒരുപാട് തെറ്റായ വഴികളാണ്. ഒരു കാരണവശാലും ആ വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ദാലികും വസ്വാകും ബിഹി, ഇത് അള്ളാഹുവിൻ്റെ വസിയ്യത്താണ്. വസിയ്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മരിച്ചു പോകുമ്പോൾ പറഞ്ഞേൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് ഈ കാര്യം നിങ്ങൾക്ക് ഗൗരവത്തോടുകൂടി പറഞ്ഞു തരുന്നത് എന്ന്. നോക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഹദീസും ഈ വിശുദ്ധ ഖുർആൻ്റെ ആയത്തും വളരെ കൃത്യമാണ്. ഈ മാർഗത്തെ മാത്രമേ അംഗീകരിക്കാവൂ, മറ്റു മാർഗങ്ങളിൽ പോകരുത്. എന്നാൽ തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ ഇതാണ് നേർമാർഗം, ഈ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം, മറ്റു വഴികൾ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് തങ്ങളൊരു കാര്യം കൂടി പറഞ്ഞു, വഹാദിഹി സുബുൽ ഗൈറ ഹാദിഹി സബീൽ, ഈ വഴിയല്ലാത്ത മറ്റു വഴികളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ വഴിയുടെയും പ്രവേശന കവാടത്തിൽ ശൈത്താനുൻ യദുഉ ഇലൈഹ, ആ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പിശാച്ചിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ പിശാച്ച് ആ വഴികളൊക്കെ അലങ്കാരമായി കാണിച്ചു കൊടുക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ലാത്ത, പരിശുദ്ധ ദീന്റെ ഒറിജിനൽ മാർഗമല്ലാത്ത മറ്റെല്ലാ വഴികളും ആകർഷകമായി ചിത്രീകരിക്കാൻ അള്ളാഹു ഭൗതികമായി മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാചുകളെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചു പോകരുത്, വളരെ വഞ്ചനാത്മകമായ വഴിയാണ് എന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവ ഗൗരവണ ആഖിറം വിജയിക്കാനുള്ള വഴിയാണ്. അതാണ് പൂർവികർ ഇതിനെത്ര പ്രാധാന്യം കൽപ്പിച്ചത്. ആഖിറം നഷ്ടപ്പെടരുത്. വിശ്വാസരംഗത്ത് വഴിതെറ്റിപ്പോയാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടണ്ടേ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടമാണല്ലോ. ആ ഘട്ടത്തിൽ, സക്കറാത്തിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഈ കലിമങ്ങനെ ചൊല്ലി മരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറില്ലേ? എത്ര സുന്ദരമായിട്ട്. ആ സുന്ദരമായി കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ വേണം. ബിദഅത്തിന്റെ ആളുകളുടെ അഖീദ, അതിനെ അവർക്ക് അവസാന ഘട്ടത്തിൽ പിശാച്ചിനെ അവർക്ക് വഴിതെറ്റിക്കാൻ എളുപ്പം സഹായകമാകും. അവർ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ടെന്ന് മഹാത്മാക്കൾ പലയിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഗൗരവമുള്ള വിഷയമാണ്. അപ്പം ഈ ദീൻ ഇവിടെ നിലനിൽക്കണം. ഈ സത്യസന്ധമായ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിലനിന്നാൽ മാത്രമേ നമ്മുടെ ആഖിറം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കൊരു കോംപ്രമൈസ് പറ്റില്ല എന്നതാണ് വിഷയം. ഇതിൽ നിതാന്ത ജാഗ്രത പാലിച്ചവരാണ് കഴിഞ്ഞ 99 വർഷത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ പാരമ്പര്യം, അതിലെ മഹാപണ്ഡിതന്മാരുടെ പാരമ്പര്യവും. ഇത് വേങ്ങരയാണല്ലോ. ഈ വേങ്ങരയിൽ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രമുഖ മുഷാവറംഗമായിരുന്ന അമാനത്ത് കോയമുണ്ണി മുസ്ലിയാർ നവ്വർ അല്ലാഹു മർഖദഹുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ദീർഘകാലം ദർസ് നടത്തിയ പള്ളിയാണ് വേങ്ങര പള്ളി. അദ്ദേഹം എന്താണ് നമുക്ക് പഠിപ്പിച്ചെന്ന സന്ദേശം നമ്മൾ പുറത്തു പോയി നോക്കണ്ട. വളരെ കൃത്യമായി ബിദ്അകളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്ത് വളരെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്, അവരുമായി എല്ലാ അർത്ഥത്തിലും അകന്നു നിൽക്കണം, വിട്ടു നിൽക്കണമെന്ന്. 926 സമസ്ത രൂപീകരിച്ചപ്പോൾ 930 തന്നെ സമസ്ത കേരള ജംഇയ്യത്തുടെ മണ്ണാർക്കാട് ചേർന്ന മഹാസമ്മേളനത്തിൽ പ്രമേയം അംഗീകരിച്ചത് ഖാദിയാനികൾ, വഹാബികൾ തുടങ്ങിയവരുമായുള്ള അകലം കാത്തു സൂക്ഷിക്കണം, ബന്ധം ഒഴിവാക്കണം, വിട്ടു നിൽക്കണം, അവരോട് കൂടെ ചേരരുത് എന്നായിരുന്നു. മഹാനായ ഉസ്താദ് അവർകൾ അമാനത്ത് കോയൻ മുസ്ലിയാർ കേവലം ഒരു മുഷാവറ മെമ്പറായിരുന്നില്ല. അടുത്ത കാലം വരെ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്കറിയാം, വഫാത്തായിട്ട് അധിക കാലങ്ങളൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. വലിയ സൂഫിവര്യനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. അക്കാലത്തെ സമസ്തയുടെ മുഖപത്രമായ സുന്നി ടൈപ്പിസമിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു, പ്രമുഖനായിരുന്നു സമസ്തയിൽ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. ഒരു കുട്ടിയായ ശേഷമാണ് തൻ്റെ മരുമകൻ, തൻ്റെ മകളുടെ ഭർത്താവ് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വഴിമാറുന്നത്. നോക്കൂ നിങ്ങൾ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോളെ കല്യാണം കഴിച്ച
തൻ്റെ പേരക്കുട്ടികളാകേണ്ട ആകേണ്ട പിതാവാകാൻ പോകുന്ന മനുഷ്യൻ, ഇതാ ഈ പിതാവ് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയിലേക്ക് മാറിയിരിക്കുന്നു, ബിദ്അഈ പ്രസ്ഥാനത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. മഹാനായ ഉസ്താദ് അവർ അദ്ദേഹത്തെ ഉപദേശിച്ചു, ഉണർത്തി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ രക്ഷയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബിദ്അത്തിന്റെ പ്രശ്നം, വൽ ബിദ്അ ലാ യുതാബു മിൻഹാ. ഒരാൾ ബിദ്അത്തിലാകപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരാൻ വളരെ പ്രയാസ, റയർ കേസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ബന്ധപ്പെട്ട പ്രസ്ഥാന ബന്ധുക്കൾ ബിദ്അത്തിലാകപ്പെടാതെ കാത്തുരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് പ്രധാനം സഹോദരന്മാരെ. അദ്ദേഹം ഉപദേശിച്ചു നോക്കി, ഒരു ഫലവും ചെയ്തില്ല. തൻ്റെ മകൾക്കാകട്ടെ ഒരു കുട്ടിയായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ആദർശത്തിന് 1-ാം സ്ഥാനം കൽപ്പിച്ച മഹാനായ അമാനത്ത് കോയൻ മുസ്ലിയാർ തൻ്റെ മരുമകനെ വിളിച്ചു പറഞ്ഞു, മോളോട് ഉപദേശിച്ചു, മോളെ, ദീനാണ് നമുക്ക് വലുത്, ആഖിറമാണ് വലുത്. നാളെ നരകത്തിലേക്ക് നിന്റെ മക്കൾ പോകാനിടയാകുന്ന, ഒരു പക്ഷെ നീ തന്നെയും വഴിതെറ്റിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാനിടയാക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ബിദ്അത്തുകാരൻ്റെ കൂടെ ഭാര്യയായി ജീവിച്ചിരിക്കൽ. അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് ഒഴിവാക്കാൻ ഞാൻ അവരുമായി സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് സമ്മതത്തോടു കൂടി സമ്മതിച്ച് ത്വലാഖ് വാങ്ങി എൻ്റെ മകൾക്കൊരു കുട്ടിയുള്ള മകളെ ഇനി രണ്ടാമത് പുനർവിവാഹം നടക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ത്വലാഖ് വാങ്ങി മരുമകനെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ വരാത്തതിന്റെ പേരിൽ, ബിദ്അത്തിലകപ്പെട്ടതിന്റെ പേരിൽ പിരിച്ചയച്ച മഹാനാണ് മഹാനായ അമാനത്ത് കോയൻ മുസ്ലിയാർ. നവ്വറല്ലാഹു മർഖദഹുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതാണ് ഇപ്പം നമ്മുടെ പൂർവിക പണ്ഡിതന്മാരുടെ പാരമ്പര്യം. ആ പാരമ്പര്യം അത്ര സൂക്ഷ്മമായി കൈകാര്യം ചെയ്തു പോകുന്ന പാരമ്പര്യത്തിൽ വെള്ളം ചേർക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നോൽക്കാൻ നിൽക്കാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വാഫി പ്രസ്ഥാനത്തിനെതിരെ എന്തിന് തീരുമാനമെടുത്തു? വളരെ ഗൗരവമർഹിക്കുന്ന വിഷയമാണത്. സമസ്ത അങ്ങനെ എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന കൂട്ടത്തിലല്ല. ഈ 40-40 പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിനെയാണ് നിങ്ങൾ കാണുന്ന ഒരു മെമ്പറാണ് ഇരിക്കുന്നത്. ഇതുപോലെ വയോധികരായ, നല്ല പാണ്ഡിത്യമുള്ള, ഇൽമിൽ നല്ല അവഗാഹമുള്ള, നല്ല സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള പാണ്ഡിത്യത്തിന് നിറകുടകളാണ് സമസ്ത മുസാവറുള്ള ആളുകൾ. ആ മഹാത്മാക്കൾ ഒരു സുപ്രഭാതത്തിൽ തീരുമാനം എടുക്കൂല. വാഫി പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും അങ്ങനെ കണ്ണു ചെമ്പി തീരുമാനമെടുക്കുന്ന കൂട്ടത്തിലല്ല. വിശദമായി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് പറഞ്ഞു തിരുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. അവരെങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നിർത്തണം. കാരണം നമ്മുടെ സ്ഥാപനങ്ങളാണത്, നമ്മുടെ കുട്ടികളാണത്, നമ്മുടെ കമ്മിറ്റിക്കാരാണവർ, നമ്മുടെ മാനേജ്മെൻ്റാണ്, എല്ലാ സംവിധാനം നമ്മുടേതാണ്. അവർ നമ്മൾ വഴി മാറ്റിവിടാൻ പറ്റില്ല, നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം. അതിനുവേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ശ്രമങ്ങൾക്കും വഴങ്ങില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും? എന്ത് ഉപദേശം കൊടുത്താലും അവർ സ്വീകരിക്കില്ല, ഒരു ഉപദേശവും ഫലിക്കില്ല. അവരുടെ റിക്കാർഡുകൾ ഇങ്ങനെ സമസ്തയുടെ മിൻസ് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് സമസ്ത കൊടുത്ത കത്തുകൾ, അതിനോട് കൊടുത്ത മറുപടികൾ, ഇതൊക്കെ നമ്മളിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് തോന്നും ഒരു നിലക്കും ഇവർ പറഞ്ഞാൽ ശരിയാകാൻ സാധ്യതയില്ല. കാരണം നന്നാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കല്ലേ ഉപദേശം ഫലിക്കും. വാഫി പ്രസ്ഥാനത്തിലെ എല്ലാവരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. നല്ല നിഷ്കളങ്കരായ ഉസ്താദുമാർ ആ കൂട്ടത്തിലുണ്ട്, നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുണ്ട്, നല്ല വാഫികളുണ്ട്, നല്ല വഫിയകളുണ്ട്. നമ്മുടെയൊക്കെ തന്നെ ഉസ്താദുമാരുടെയും നമ്മുടെയൊക്കെ മക്കൾ വാഫികളുണ്ട്, വഫിയകളുണ്ട്. കാരണം നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ സംവിധാനമാണല്ലോ. പക്ഷേ നേതൃത്വം വഹിക്കുന്ന, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ചില ആളുകൾക്ക് മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ചില ദുശ്ചിന്തകളുണ്ടെങ്കിൽ ആ ചിന്തകളോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് സമസ്ത കേരള ജംഇയ്യത്തിന് കൂട്ടു നിൽക്കാൻ പറ്റുമോ? സമസ്തൻ്റെ ഉസ്താദുമാർ കുറ്റക്കാരാവൂലേ? ആ നിലയിൽ സമസ്ത ആ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല, എന്ത് പറഞ്ഞാലും സ്വീകരിക്കാത്ത സ്ഥിതി. ഒരു ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുടെ മഹാന്മാരായ 2 പണ്ഡിതന്മാരാണ് അതിൻ്റെ അഡ്വൈസറി ബോർഡ് ഉണ്ടായിരുന്നത്. ഒന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ, സമസ്ത അധ്യക്ഷൻ. അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഈ പരിശുദ്ധമായ സംവിധാനം ദീർഘകാലം നേതൃത്വം നൽകാനുള്ള ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, 2ാമത് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ മർഹൂം, അള്ളാഹു മഹാനവരുടെ ആണ്ട് ദിവസം അടക്കുകയാണ്. ബർസഖിയ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ 2 വീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരായിരുന്നു ഇതിൻ്റെ അഡ്വൈസറി ബോർഡായിരുന്ന 2 ആളുകൾ. 3ാമതായി ജസ്റ്റിസ് ബി കമാൽ പാഷയെ അഡ്വൈസറി ബോർഡിലെടുത്തു. തിരക്കിടില്ല, ഒരു സാധാരണ ജസ്റ്റിസ് നമുക്ക് അഡ്വൈസ് കൊടുക്കുന്നതിന് നല്ലതാ. ഭൗതിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നിയമകാര്യപരമായ കാര്യങ്ങൾ ഉപദേശിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ നേരത്തെ ഇതിൻ്റെ സെക്രട്ടറിക്കുള്ളൊരു കുഴപ്പം, ബിദ്അത്തുകാരോടുള്ളൊരു നീക്കുപോക്ക്
ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ബിദഈ ചിന്തയുള്ള ഇസ്ലാമിക ശരീഅത്തിനെതിരെ പരസ്യമായി പ്രസംഗിക്കുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ജസ്റ്റിസ് പി കമാൽ പാഷയെ ഇതിൻ്റെ അഡ്വൈസറി ബോർഡിൽ 3ാമത്തെ ആളായി എടുക്കുകയാണ്. നോക്കണം നിങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൂടെ ഇരിക്കാൻ, മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കൂടെ ഇരിക്കാൻ 3ാമനായി അഡ്വൈസറി ബോർഡിൽ എടുക്കുന്നത് ഈ പറയുന്ന കമാൽ പാഷയാണ്. ആദ്യം ഉസ്താദ്മാരെന്ത് ചെയ്തു? വളരെ മാന്യമായി അവർക്കൊരു കത്തയച്ചു. സമസ്ത മുഷാവറ ഈ വിഷയം ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിട്ട് അവർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2021 കത്തയച്ചു. 21 ജനുവരി 22 എന്ന് വെച്ചാൽ 2021 ആദ്യത്തിൽ സമസ്ത മുഷാവറ തീരുമാനമെടുത്ത് കാര്യം ചർച്ച ചെയ്ത് അവർ കത്തയച്ചു. ആ കത്തിലെ വാചകം ഇപ്രകാരമാണ്: CIC അഡ്വൈസറി ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായി ചില പൊതുപരിപാടികൾ പരാമർശം നടത്തുകയും ബിദഈകളുടെ ആശയം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് സമസ്ത എഴുതുക, അങ്ങനെ തന്നെ തറപ്പിച്ചൊന്നും പറയുന്നില്ല. അവർ പഠിച്ച് ബോധ്യപ്പെട്ട് സംഭവം അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് അയാൾ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം, ഒഴിവാക്കണം. സമസ്ത കത്ത് കൊടുത്തു. ഒരു സാമാന്യമായ രീതിയിൽ ചിന്തിച്ചാൽ ഈ 10-40 മുഷാവറ മെമ്പർമാർ ഇത്ര വിശദമായി കാര്യങ്ങൾ പഠിച്ച് ബോധ്യപ്പെട്ട് ഇയാൾക്ക് ബിദഈ ചിന്തകളുണ്ട്, ഇയാൾ ഇസ്ലാമിക ശരീഅത്തിൽ പച്ചയായി എതിർ പ്രചരണം നടത്തുന്ന ആളാണ്, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നമ്മുടെ അഡ്വൈസറി ബോർഡ് ഉപദേശിക്കാനുള്ള ആ ബോഡിയിൽ കൊണ്ടുവന്ന് വെച്ച് ശരിയല്ല, അദ്ദേഹം നീക്കം ചെയ്യുന്നത് പരസ്യമായി പ്രഖ്യാപിക്കൽ സ്വകാര്യമായി അവർക്ക് കത്ത് കൊടുത്തു. എന്നാൽ കത്ത് അന്ന് തന്നെ സ്വീകരിക്കൽ നമ്മളൊക്കെ ചെയ്യാം. സമസ്തൻ്റെ ഒരു കീഴ്ഘടകമാണെങ്കിൽ, സമസ്ത അംഗീകരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ, സമസ്ത അംഗീകരിക്കുന്ന വിദ്യാഭ്യാസ ഏജൻസിയാണെങ്കിൽ അത് കയ്യും നീട്ടി സ്വീകരിക്കൂലേ? ഓ ശരി ഉസ്താദ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയതാണ്. ഇവർ കൊടുത്ത മറുപടി എന്താണോ? 2021 ജനുവരിയിൽ കൊടുത്ത കത്തിന് മറുപടി 2021 ഏപ്രിൽ മാസത്തിലാണ് കൊടുക്കുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 2 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസത്തിലായി കത്ത് കൊടുക്കുന്നത്. എന്താ കത്തിലെ മറുപടി? നിങ്ങൾ മനസ്സിലാക്കിയ ശരിയല്ല എന്നാ സമസ്തയോട് പറയാൻ പോകുന്നത്. അത് അവരുടെ കത്തിൻ്റെ അതേ വാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം ഇസ്ലാമിക ശരീഅത്ത് വിരുദ്ധ ബിദഈ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നില്ലെന്ന് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്നതിന് മുമ്പും ശേഷവും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാ മറുപടി. ഉസ്താദ്മാരെ കാര്യം മനസ്സിലായിട്ടില്ല. അയാളെക്കുറിച്ച് ഞങ്ങൾ നന്നായി ചോദിച്ച് ആ നാമനിർദ്ദേശം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ശേഷവും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നല്ല സുന്നിയാണ്, ബിദഈ ചിന്തല്ല, ശരീഅത്തിനെതിരായ ഒരു വാദഗതിയില്ല. ഈ 2 സമസ്തയുടെ നിർദ്ദേശങ്ങളും ഈ വാദഗതിയും നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് അയാളെ ഉറപ്പിച്ച് നിർത്താൻ തീരുമാനിച്ചു. സമസ്ത പിന്നെ ഉപദേശിച്ചു, കത്ത് കൊടുത്തു. പല കത്തുകളും കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. മാസങ്ങൾ കടന്നുപോയി. പിന്നീട് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്തു. എന്തിനാ നീക്കം ചെയ്തതോ? അദ്ദേഹം ശരീഅത്തിന് എതിരായത് കൊണ്ടല്ല, അദ്ദേഹത്തിന് ബിദഈ ചിന്ത ശരീഅത്തിന് അനുകൂലമായത് കൊണ്ടല്ല, ബിദഈ ചിന്ത കൈയൊഴിച്ചത് കൊണ്ടല്ല, മറിച്ച് ഇവർ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ അഡ്വൈസർ ബോർഡ് നീക്കം ചെയ്തു. നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നമുക്ക് ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഇഷ്ടപ്പെടില്ല, മാറ്റാം. പക്ഷെ അതിനേക്കാൾ ഗൗരവമല്ലേ ഒരു മനുഷ്യൻ ഇസ്ലാമിക ശരീഅത്തിനെതിരാണ് സമസ്ത എന്ന ബോഡി പറയുമ്പോൾ? അതിനേക്കാൾ ഗൗരവമല്ലേ സമസ്ത മുഷാവറ എന്ന ഈ ബോഡി അദ്ദേഹം ബിദഈ ചിന്തക്കാരനാണെന്ന് പറയുമ്പോൾ സമസ്തൻ്റെ സ്ഥാപനത്തിൻ്റെ അഡ്വൈസറി ബോർഡിൽ ഇയാളെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കാതെ മാസങ്ങൾ കഴിഞ്ഞ് വർഷം പിന്നിട്ട് അയാളെ മാറ്റി നിർത്തുന്ന ഏത് കാലഘട്ടത്തിലാണ്? വളരെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അദ്ദേഹം പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇതാണ് സ്ഥിതി. എത്രത്തോളം പച്ചയായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവർ ഈ വാദഗതി ഉന്നയിച്ചപ്പോൾ ഈ ജസ്റ്റിസ് കമാൽ പാഷയെ കുറിച്ച് പഠിക്കാൻ 2 അംഗ സമിതി നിയോഗിച്ചിരുന്നു. ആ 2 അംഗ സമിതി വളരെ കൃത്യമായി പരിശോധിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുഷാവറയ്ക്ക് നൽകുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ വളരെ സുവ്യക്തമായി ഇദ്ദേഹത്തിൻ്റെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി സമസ്ത മുഷാവറ നിയോഗിച്ചത് ആരായിരുന്നു? ഒന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി, 2 MP മുസ്തഫ ഫൈസി, 2 മുഷാവറ മെമ്പർമാർ. ഈ 2 പേരും അത് പരിശോധിച്ചിട്ട് സമസ്തക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്. റിപ്പോർട്ട് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വളരെ കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നു, സബ് കമ്മിറ്റി റിപ്പോർട്ട് എന്ന ഹെഡിങ് 2 പേരും ഒപ്പുവെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് പി കമാൽ പാഷയുടെ ശരീഅത്ത് ഇസ്ലാമിക നിലപാടുകൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ മുഷാവറ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നുവല്ലോ. വിവരങ്ങൾ താഴെ ചേർക്കുന്നു. ഇസ്ലാമിക സിദ്ധാന്തങ്ങളോ പ്രമാണങ്ങളോ ശരീഅത്ത് നിയമങ്ങളോ
ശരിയായി പഠിച്ചൊരു വ്യക്തിയല്ല അദ്ദേഹം. പണ്ഡിതന്മാരുള്ള അനാദരവും അവഹേളനവും അദ്ദേഹത്തിൻ്റെ സാർവത്രിക ശൈലിയാണ്. വ്യത്യസ്ത പ്രസംഗങ്ങളിലും ലേഖനങ്ങളും തൻ്റെ വക്രമായ കാഴ്ചപ്പാടുകൾ അയാൾ വ്യക്തമായിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ കാണാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കണം. 2, ഇസ്ലാമിലെ ബഹുഭാര്യത്വം അശാസ്ത്രീയവും അസ്വീകാര്യവുമാണ്. 3, ഒരു പുരുഷന് 4 വരെ ഭാര്യമാകാമെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാരായിക്കൂടാ? 4, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം പുനഃസംവിധാനിക്കണം, പൊളിച്ചെഴുതണം. ചുരുക്കത്തിൽ ഒരു മോഡേണിസ്റ്റിന്റെ സർവ്വവാദങ്ങളും ചെയ്യാനുണ്ട്. ഇയാളെ നന്നായി അറിയുന്ന എറണാകുളത്തിലെ വക്കീലാണ് ഈയിടെ അന്വേഷിച്ചപ്പോഴും മേൽപ്പറഞ്ഞ ആ കാര്യങ്ങൾ ശരിവെക്കുന്ന മറുപടിയാണ് ലഭിച്ചത്. ഇയാളുടെ ശരിയാത്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനുള്ള ചില പ്രസംഗങ്ങളുടെ പരിഭാഷ ഇതോടൊന്നിച്ച് വെക്കുന്നുണ്ട്, ശേഷം വെച്ചിട്ടുണ്ട്. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, MP മുസ്തഫൽ ഫൈസി 7/9/2021 7/9/2021 എന്ന് പറയുമ്പോൾ ജനുവരി മാസത്തിലാണ് ഇയാൾ ഒഴിവാക്കണം എന്നുള്ളത്. 9-ാം മാസം പറയുമ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണ്, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 9 മാസമായിട്ട് ഒഴിവാക്കിയിട്ടില്ല. ഈ റിപ്പോർട്ട് ഒന്ന് വീണ്ടും സമസ്ത മുഷാവറ ആവശ്യപ്പെടാണ്. നിങ്ങൾ ഓർത്ത് നോക്ക്, പച്ചയായി ഇദ്ദേഹം ഒരു സ്വകാര്യമായി പ്രവർത്തിക്കുന്ന ആളല്ലല്ലോ. പച്ചയായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന, മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ തരത്തിലുള്ളൊരു വ്യക്തി ഇത്ര പച്ചയായി ഇസ്ലാമിക ശരീഅത്തിനെതിരെ, ബഹുമാന സുന്നത്ത് ജമാഅത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ ആ കാര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി വാർത്താ സമ്മേളനം നടത്തുന്ന അദ്ദേഹത്തിന്റെ ആശയഗതികൾ. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അദ്ദേഹത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വാചകം നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് വാർത്താ വാല്യൂ വളരെ കൂടുതൽ കിട്ടും. ഇങ്ങനെയാണ് ആ പത്രത്തിന്റെ വാർത്തയുടെ തുടക്കം തന്നെ. ന്യൂഡൽഹി, ഇഫ് മുസ്ലിം മെൻ ക്യാൻ ഹാവ് 4 wives, then why not women ask a judge in Kerala? ഒരു മുസ്ലിം പുരുഷന് അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാർക്ക് 4 ഭാര്യമാരെ സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ചുകൂടാ? ഇത് ചോദിക്കുന്നത് ജഡ്ജ് ഇൻ കേരള, കേരളത്തിലെ ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ജഡ്ജിയായ കാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണിത്. ഈ തരത്തിലുള്ള ഒരു മനുഷ്യനെ അഡ്വൈസറി ബോർഡിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഒഴിവാക്കാൻ തയ്യാറാകാത്ത ഈ ഇന്നലെയുടെ ധാർഷ്ട്യം കാണിക്കുന്ന ശൈലി ഇതെല്ലാ രംഗത്തും പ്രകടമാണ്. സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. ബിദഈ ചിന്തകളുമായുള്ള ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം സമസ്ത സ്വീകരിക്കുമ്പോൾ ബിദഈ ചിന്തകളുമായി കോംപ്രമൈസിൽ പോകുന്ന ഒരു സംവിധാനവും ആ നിലയിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന രീതികളും അദ്ദേഹം ആവിഷ്കരിച്ചു. ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഞാൻ സാമ്പിൾ ചില കാര്യങ്ങൾ പറയാം, സാമ്പിൾ മാത്രം. ഇപ്പം അതിൻ്റെ ജനറൽ സെക്രട്ടറി നിങ്ങൾക്കറിയാം, സമസ്തയെ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ ജനറൽ സെക്രട്ടറിക്കുള്ള ഒരു കുറ്റം എന്താ? സമസ്ത എല്ലാ തീരുമാനങ്ങളും ലംഘിക്കുകയും ഉപദേശങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇത്തരം ബിദഈ ചിന്തകൾ വെച്ചു പുലർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇദ്ദേഹം സ്ഥിരമായി ജമാഅത്ത്, മുജാഹിദ് വിഭാഗങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കാൻ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയും ചെയ്ത കൂട്ടത്തിലാണ്. എങ്ങനെയാണ് സമസ്തയ്ക്ക് ചോദിച്ചു പോവുക? സ്വന്തം മരുമകനെ ബിദഈ പ്രസ്ഥാനത്തേക്ക് പോയതിന്റെ പേരിൽ മകളുടെ തൊലാക്ക് വാങ്ങിയ, കുട്ടിയുള്ള മകളുടെ തൊലാക്ക് വാങ്ങിയ സമസ്തയുടെ പണ്ഡിതന്മാരെ പാരമ്പര്യ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ ആ ബിദഈ പ്രസ്ഥാനത്തോടൊപ്പം താൻ പഠിപ്പിക്കുന്ന സമസ്തയുടെ മക്കളെ അവരുടെ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയക്കുകയും അത്തരം ജമാഅത്തുകാരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും അവരുടെ പരിപാടികൾ നേരിട്ട് പോവുകയും ചെയ്യുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അപകടകരം. എൻ്റെ സഹോദരന്മാരെ, ഇത് ഒറ്റപ്പെട്ട സാമ്പിളല്ല. ഏറ്റവും അവസാനം സമസ്ത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കൃത്യം 1 മാസമായിട്ടുള്ള കഴിഞ്ഞ 23-ാം തീയതി ഡിസംബർ 23-ന് ഈ തൊട്ടടുത്ത പ്രദേശമാണ് വളവന്നൂർ അൻസാർ കോളേജ്. അറിയുന്ന ആളുകൾക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കോളേജാണ്. ആ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കോളേജിൽ അദ്ദേഹം അവിടെ നടത്തിയ ഖുർആൻ സമ്മേളനത്തിൽ ഒരു ഭൗതിക വിഷയത്തിലല്ല, മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ സമ്മേളനം നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുക നമുക്കൊക്കെ അറിയാം, എന്തായിരിക്കും ഉത്ബോധനം നടത്തുക എന്നുള്ളത്. ആ ഖുർആൻ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം മാത്രമാണ് സുന്നിന്റെ പ്രതിനിധി. രണ്ടാമത്തെ സുന്നി ആ സമ്മേളനത്തിൽ പങ്കെടുത്തായിട്ട് എൻ്റെ അറിവില്ല. മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വേറെ പ്രതിനിധി അവിടെ ഇല്ല, അദ്ദേഹം മാത്രമാണ് സുന്നി. ആ പരിപാടിയിൽ ഈ നിലയിൽ അദ്ദേഹം എല്ലാ സമസ്തയുടെ വിലക്കുകളും സുന്നി ആദർശങ്ങളും ലംഘിച്ചുകൊണ്ട്
മുജാഹിദ് പണ്ഡിതന്മാരുടെ കൂടെ പ്രസംഗിച്ചത് കൃത്യം ഒരു മാസം മുമ്പ് മാത്രമാണ്. ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ആ പരിപാടിയിൽ ഒന്നാമത്തെ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി പ്രൊഫസർ NV അബ്ദുറഹ്മാൻ, അരീക്കോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കോളേജുകളുടെ മാനേജറാണ് അദ്ദേഹം. MM അക്ബർ മുജാഹിദ് ടോപ്പ് ലീഡറാണ്, നിങ്ങൾക്കറിയാം. ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി മുജാഹിദ് പ്രസ്ഥാന ടോപ്പ് ലീഡറാണ്. മുഫ്തി മുഹമ്മദ് മുസ്ലിമിൽ, PK ജമാൽ, കുഞ്ഞു മുഹമ്മദ് ബദരി പറപ്പൂർ, മുസ്തഫ തൻവീർ, ഇവരൊക്കെ അറിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും പ്രഭാഷകന്മാർ. ഇതോടൊപ്പം ഒരേ ഒരു സുന്നി പണ്ഡിതനെ പ്രസംഗിച്ചുകൊണ്ട് അവരുമായി സഹകരിച്ചു പോകുമ്പോൾ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? സമസ്തനെ കുറ്റം പറയാൻ പറ്റുമോ? ഇത് ആദർശ സമയത്തിൽ കുഴപ്പമുണ്ടാക്കാന്ന് പറയാൻ പറ്റുമോ? ഇതേ ഫൈസി പ്രിൻസിപ്പാളായ വളാഞ്ചേരി മർക്കസിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മറ്റൊരു ഫൈസി എല്ലാ വർഷവും തന്റെ നാട്ടിലെ മുജാഹിദ് സമ്മേളനത്തിൽ പ്രസംഗിക്കും. ഇത് നിസ്സാര വിഷയമാണോ? താനൂരിലാണത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പോയിട്ട് അവരെ പരിപാടിയിൽ നമ്മുടെ ഒരു ഫൈസി, അതും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന, സുന്നത്തമായിട്ട് പഠിപ്പിക്കുന്ന, ദീർഘകാലത്തോട്ട് വൈസ് പ്രിൻസിപ്പാളായി സേവനം ചെയ്യുന്ന ഈ ഒരു ഫൈസി അവരെ കൂടുതൽ പ്രസംഗിച്ച് അനുകൂലമായി പ്രസംഗിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? കാളികാവ് PG ക്യാമ്പസിൽ അവിടെ പഠിപ്പിക്കാൻ ജമാഅത്തുകാരനെ അധ്യാപകൻ നിശ്ചയിച്ചു. പിന്നെ രാജിവെച്ചപ്പോൾ അദ്ദേഹം നേരെ പോയി ആലുവയിലെ ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജിൽ പോയി ചേർന്നു. എന്നാണ്ട് ഒഴിവാക്കുന്നത് അറിഞ്ഞുകൊണ്ടത് ഇക്കഴിഞ്ഞ അവരുടെ ഫെസ്റ്റിവലിൽ ഇതേ ജമാഅത്ത് മൗലവിനെ എറണാകുളത്ത് അവർ പങ്കെടുപ്പിച്ചു. കാരണം കൈയൊഴിച്ചിട്ടില്ല. സുന്നി മുജാഹിദ് ജമാഅത്ത് കൂട്ടുകെട്ട് വേണം, അങ്ങനെ വിഭാഗീയത വേണ്ട. മുജാഹിദ് ജമാഅത്തിന്റെ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസമാണ്. അങ്ങനെ കൈയൊഴിക്കേണ്ട ആവശ്യമില്ലെന്നൊരു സംസ്കാരം മുസ്ലിം ജനസമൂഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ പഠിപ്പിച്ച് വഴിതെറ്റി നിൽക്കുന്ന ഈ പ്രവണതയ്ക്ക് നമ്മൾ കൂട്ടു നിൽക്കാൻ സാധിക്കും സഹോദരന്മാരെ. ഈ തരത്തിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അവിടെ പഠിച്ച കുട്ടികൾക്കറിയാം. നമ്മുടെ കുട്ടികൾ ആ കൂടുതൽ പഠിച്ച് പുറത്തു പോന്നിട്ടുണ്ട്. അവർ പറയുന്ന 100,000 അനുഭവങ്ങളുണ്ട്. ഈയിടെ വയനാടിൽ അവിടെ വഫിയ കോളേജിന്റെ അധ്യാപകൻ കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഇപ്പോൾ ഒരു മാസം മുമ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത്, ജുമാന്റെ ഖുത്ബയുള്ള വിവാദം നമ്മൾ ഒഴിവാക്കണം. ജുമാന്റെ ഖത്തീബ് മിമ്പറിൽ കയറട്ടെ, മിമ്പറിൽ കയറി മലയാളത്തിൽ നന്നായി പ്രസംഗിക്കട്ടെ. പ്രസംഗിച്ചിട്ട് അവസാനം 2-3 വാചകങ്ങൾ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അറബി പറയാം. എന്നാൽ മുജാഹിദും തർക്കമുണ്ടാവില്ല, സുന്നിക്കും തർക്കമുണ്ടാവില്ല, ജമാഅത്തും തർക്കമുണ്ടാവില്ല. മിമ്പറിൽ കയറി നല്ലൊരു പ്രസംഗം ഫസ്റ്റ് നടത്തുക, അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഉസ്താദ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ അവസ്ഥ വിശേഷം എന്തായിരിക്കും? ഞാൻ ധരിപ്പിക്കുന്നതിനാണ് പ്രിയങ്കരനായ അബ്ദുസ്സലാം ബാക്കി ഉൾപ്പെടെയുള്ള നേതാക്കളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ തരത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച നിലപാട് സ്വീകരിക്കുക. അതിലേറെ മാരകമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഈ ഒരു നിലപാട്. മുജാഹിദും ജമാഅത്തും രണ്ടുള്ള വ്യത്യാസം എന്താ? മുജാഹിദ് കർക്കശാണ്, നിലപാടിൽ വിട്ടുവീഴ്ച വെട്ടി തുറന്നു പറയും. ജമാഅത്ത് അഴകുഴമ്പൻ സമീപന, അങ്ങോട്ടും നിൽക്കും ഇങ്ങോട്ടും നിൽക്കും, ഉള്ളിൽ നല്ല ആശയം ഉണ്ടാവും, തന്ത്രപരമായി പ്രതിഫലിപ്പിക്കും. ഈ ജമാഅത്ത് ആശയത്തും ഈ ആശയങ്ങളാണ് ഇദ്ദേഹത്തിന് സ്വാധീനിച്ചിരിക്കുന്നത്. അതിനൊരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ഇതേന്റെ ഒരേയും മറ്റൊരു പതിപ്പാണ് ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്തറിയപ്പെട്ട തീവ്രവാദ സംഘടന. ആ തീവ്രവാദ സംഘടനയുടെ പുസ്തകങ്ങൾ പോലും സിലബസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിപ്പിച്ചു പറഞ്ഞ നിസ്സാര വിഷയമാണ്. കുറച്ച് ഗൗരവമുള്ള കേസല്ലത്. ലോകത്ത് പ്രശസ്തമായ ബിദായി പ്രസ്ഥാനത്തിന്റെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഈ സ്ഥാപകനായ സയ്യിദ് കുത്തുബ് അദ്ദേഹം രചിച്ച അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം എന്നത് വളാഞ്ചേരി മർക്കസിൽ ഇതേ സെക്രട്ടറി മന്ത്രി വിദ്യാർത്ഥികൾക്ക് സിലബസിൽ ഉൾക്കൊള്ളിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? അങ്ങനെ ഇല്ലെന്ന് പറയുമോ? ഒന്ന് ചുളിനീർന്ന് പറഞ്ഞാട്ടെ. മുഹമ്മദ് കുത്തുബ് ഇതുപോലെ എഴുതിയ മുസ്ലിം ബ്രദർഹുഡിന്റെ മറ്റൊരു നേതാവ് ശുബ്ഹാത്തുൻ ഹൗലൽ ഇസ്ലാം എന്ന പുസ്തകം ഇതുപോലെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്, സിലബസിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അതൊന്നും പ്രശ്നമല്ല. അഹമ്മദ് ഈസ ആഷൂർ എഴുതിയ അൽ ഫിഖ്ഹുൽ മുയസ്സർ, തറാവി 8 റക്അത്ത് പഠിപ്പിക്കുന്ന ഇഖ്വാനി സലഫി പണ്ഡിതന്റെ പുസ്തകം ഒരു സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോട് അതൊക്കെ നിസ്സാരമാക്കി തള്ളിക്കളയായിരുന്നു ആ ഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഇത്തരമൊരു സംവിധാനം നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? സുന്നികൾ നിഷ്പക്ഷമായി ചിന്തിക്കുക. അല്ലാതെ ഇത് അസൂയാണ്, ഈഗോ പ്രശ്നമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ചത് ഈ പരിശുദ്ധ ദീൻ യൗമുൽ ഖിയാമത്ത് വരെ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു സ്ഥാപിച്ചതാണ്. അതിന് വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ കാത്തു സൂക്ഷിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രതിബദ്ധതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വാഫി പ്രസ്ഥാനം നമ്മുടെ ആദർശത്തിൽ നിന്നും സംഘടനാ നിലപാട് വ്യതിചലിച്ചതുകൊണ്ട്
അവരുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചു, അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമസ്ത ന്യായമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിധത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ കഴിഞ്ഞ 99 വർഷക്കാലം ഏതൊക്കെ പ്രസ്ഥാനത്തെക്കുറിച്ചാണോ, ഏതൊക്കെ വ്യക്തികളെ കുറിച്ചാണോ, ഏതൊക്കെ വിഭാഗങ്ങളെ കുറിച്ചാണോ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തുണ്ടോ ആ തീരുമാനങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്ത് കൈനീട്ടി സ്വീകരിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലുള്ള തീരുമാനവും അംഗീകരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.